അവളാ, നീ സ്പീക്കറിലിട. ശേഷം വിശാൽ ഫോൺ എടുക്കുന്നു. ഹലോ, ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് വിളിച്ചത്. എനിക്ക് കാനഡയിൽ നിന്നൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് നടത്താനാണ് ഡാഡിയുടെ പ്ലാൻ. ഞാൻ ഓക്കെ പറഞ്ഞു. താൻ വരണം. ബൈ ദ ബൈ, താൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നിരിക്കാം, ബട്ട് താൻ അതൊക്കെ മറക്കണം. അതാണ് നമ്മുടെ ഫ്യൂച്ചറിന് നല്ലത്. ഈ പ്രപ്പോസൽ ആകുമ്പോൾ ഡാഡിക്ക് അവൻ്റെ കൂടെ ബിസിനസ്സും ചെയ്യാം. ഹലോ, വിശാൽ എന്താ ഒന്നും മിണ്ടാത്ത? കേൾക്കാൻ പറ്റുന്നില്ലേ? ഞാൻ വരും നിൻ്റെ കല്യാണത്തിന്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നല്ലോ. അതുകൊണ്ട് വെറും കൈയോടെ വരില്ല. വരുമ്പോൾ നിനക്കും നിൻ്റെ ഡാഡിക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ടായിരിക്കും. ഹലോ ഇതും പറഞ്ഞ് വിശാൽ ഫോൺ കട്ട് ചെയ്തു. വണ്ടി എടുക്കണം. ദാറ്റ്സ് മൈ ബോയ്. നിങ്ങളിപ്പോൾ മുംബൈ നഗരത്തിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ BP കുറച്ച് ലോയ. 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആകാം. ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ശരി ഡോക്ടർ. രാത്രിയാകുമ്പോൾ നെഞ്ചിനകത്ത് ഭയങ്കര വേദനയാണ്. അത് പേടിക്കാനൊന്നുമില്ല, ഞാൻ നഴ്സിനോട് പറഞ്ഞേക്കാം. നഴ്സിനല്ലേ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചേക്കാം. ശരി എന്നാൽ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ഇറങ്ങുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഹാവ്, എന്തൊരു ക്ഷീണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഇതും പറഞ്ഞ് നിങ്ങൾ കട്ടിലിലേക്ക് നിവർന്നു കിടന്നു. ആരാ ഇത്? നിങ്ങളങ്ങനെ ഡോർ തുറന്നു. അത് നിങ്ങളുടെ അടുത്ത അപ്പാർട്ട്മെൻറ്റിലെ ആൻറ്റി ആയിരുന്നു. ആൻറ്റി ആയിരുന്നു. ആൻറ്റി കയറിയിരിക്കാം. ഇല്ല മോളെ, ഞാൻ ഈ സ്വീറ്റ്സ് തരാൻ വന്നിയാ. മരുമോളുടെ ഡെലിവറി കഴിഞ്ഞു, പെൺകുട്ടിയാ. ആൻറ്റി, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാരാ ആൻറ്റി? ഇതെൻ്റെ സിസ്റ്ററിൻ്റെ കൊച്ചുമോന്. മോൻ്റെ പേരെന്താ? വിശാൽ. പെട്ടെന്ന് നിങ്ങൾക്കൊരു ഇടി വെട്ടിയതുപോലെ തോന്നി. എന്താ മോളെ, എന്ത് പറ്റി? ഒന്നുമില്ല ആൻറ്റി. മോളെ, ശരിയെന്നാ. ആൻറ്റി. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും വിശാലിനോടുള്ള ഇഷ്ടം മാത്രം പോയില്ല. അവനിപ്പോൾ എവിടെയാണെന്നോ അവൾ ആരാണെന്നോ ഒന്നും നിങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാനായി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഹലോ, ചേട്ടാ പറ, നീ എവിടാ? ഞാനിവിടെ സാധനം വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നേ ചേട്ടാ. ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ടിക്കറ്റൊക്കെ കൺഫേമായി. നെക്സ്റ്റ് വീക്ക് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നീയും കാണും വീട്ടിൽ. പിന്നെ ലീവില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. എൻ്റെ ചേട്ടൻ വരുമ്പോൾ പിന്നെ ഞാൻ കാണില്ലേ? അത് പിന്നെ എനിക്കറിയില്ല. എൻ്റെ അനിയത്തേക്ക് ഈ ചേട്ടൻ വീടാന്ന്. ശരി എന്നാൽ, കുറച്ച് ബിസിയാ. ഈവനിങ് വീഡിയോ കോൾ ചെയ്യാം. ഓക്കെ, ബൈ ചേട്ടാ. അങ്ങനെ സാധനമെല്ലാം വാങ്ങി നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നു. ഒന്ന് നിന്നേ. ആരാ ഇത്? സൗണ്ട് നല്ല പരിചയമുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ തിരിഞ്ഞു നോക്കി. എന്നെ മനസ്സിലായോ? मोहब्बत बरसा देना तू, सावन आया है, तेरे और मेरे मिलने का मौसम आया है. സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിൽ നിങ്ങൾ വിശാലിനെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. വിശാലേട്ടൻ എന്താ ഇവിടെ? എനിക്കിവിടെ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. താൻ ഇവിടെയാണെന്ന് ദേവിക പറഞ്ഞായിരുന്നു. ആണോ? ചെറുപുഞ്ചിരിയോടെ നിങ്ങൾ ഉത്തരം നൽകി. വരുന്നു. ശരി എന്നാ, താൻ ഇവിടെയൊക്കെ തന്നെ കാണില്ലേ? കാണാം. ഇതും പറഞ്ഞ് വിശാൽ വണ്ടിയിൽ കയറിപ്പോയി. അപ്പോഴും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ നിങ്ങൾ ഏറെ നേരം അവിടെ തന്നെ നിന്നു. ഹലോ അമ്മി, പാട്ട് ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ട്, സോറി, കുറച്ച് ബിസി ആയിരുന്നു. പാട്ട് പോൾ ഉടനെ തന്നെ ഇടാൻ നോക്കാം. പിന്നെ നമുക്ക് പാട്ട് പോളിൽ വന്ന ഒരു 3-4 കമന്റ്സ് വായിക്കാം. ശിവപ്രിയ, സൂപ്പർ ചേച്ചി, സ്റ്റോറി പൊളിച്ചു, താങ്ക് യു മോളെ. പർപ്പിൾ ബാൻഡ്, ഞാൻ ന്യൂ സബ്സ്ക്രൈബർ ആണ്, ബട്ട് വിശാൽ തന്നെ ഇഷ്ടം. നായികയോട് തുറന്ന് പറയണം. എല്ലാ ഫണ്ടബിലും നായികയാണ് പറയുന്നത്, അതുകൊണ്ടൊരു ചേഞ്ച്. അപ്പൊ നമുക്ക് നോക്കാം, നായികയാണോ നായകനാണോ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ പൊന്നു, ലെങ്ത് കുറച്ച് കൂട്ടുമോ പ്ലീസ് ചേച്ചി, ഐ എം വെയിറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുമെന്ന് വെച്ചിട്ടാണ് ലെങ്ത് കൂട്ടാത്തത്. ബോർ അടിക്കുന്നില്ലെങ്കിൽ അടുത്ത പോലെ ലെങ്ത് എന്തായാലും കൂട്ടാം. പിന്നെ നിങ്ങളുടെ കമന്റ്സിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷം തോന്നാറുണ്ട് അതൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ്, അപ്പോൾ നമ്മുടെ നായിക ഇപ്പം റോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയാൻ പാർട്ട് 4 എന്തായാലും കാണുക. അപ്പോൾ താങ്ക് യു അമ്മി, ലവ് യു ഓൾ.